എക്സാം കാലമാണ്. എ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എക്സാമിന് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. എയും എക്സാമും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ജെമിനി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ കിടിലനാക്കാനുള്ള ഒരു 3 ഫീച്ചേഴ്സ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൂൾസുകൾക്ക് സ്പീഡുണ്ട്, അനലിറ്റിക്കൽ കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്പെർട്ട് ടീച്ചറിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സ്പീഡിൽ അല്ലെങ്കിൽ കുറച്ചും ഡീപ്പ് അനലിറ്റിക്സിൽ നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ, എക്സാമിൻ്റെ ഘടന, റിപ്പീറ്റേറ്റീവ് വരാവുന്ന ചോദ്യങ്ങളുടെ പ്രഡിക്ഷൻ ഒക്കെ തരാൻ എക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ജെമിനിക്കകത്ത് അതിന് കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. കാരണം ജെമിനി നമ്മൾ വലിയ ഡാറ്റ, വലിയൊരു PDF ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാനും അനലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള LLM ആണ് ജെമിനി. ChatGPT കൊണ്ട് അത്ര വലിയ ലോങ് ഫയലുകൾ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ChatGPTക്കില്ല. അപ്പോൾ നമുക്ക് അത് പരിശോധിക്കാം. ഒന്നാമത്തെ ഫീച്ചർ PYQ, നമ്മളത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അത് വെച്ചുകൊണ്ട് എങ്ങനെ ജെമിനിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി നല്ല സ്മാർട്ട് ലേണിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്കെഡ്യൂൾ തീം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഫീച്ചറിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. PYQ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നു ജെമിനയിൽ. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റാണ് നമ്മളിൽ കൊടുത്തിട്ടുള്ളത്. 3 ഇയേഴ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിന് കൃത്യമായി പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഐ ആം പ്രിപ്പയറിംഗ് ഫോർ സോഷ്യൽ സയൻസ് ഇൻ കേരള സിലബസ്. ഹിയർ ആർ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് ഫ്രം ദി ലാസ്റ്റ് ഇയർ. അനലൈസ് ദം ടു ഐഡൻറ്റിഫൈ റെക്കറിങ് ടോപ്പിക്സ് ആണ് ഏറ്റവും പ്രധാനം. ഞാനിവിടെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻ സ്റ്റൈൽ എന്തൊക്കെയാണ്, റാങ്ക് ദം ബൈ ഫ്രീക്വൻസി. ടോപ്പ് വന്നത് ഏതാണോ അതിനെ ആദ്യം ഫസ്റ്റ് റാങ്ക് ചെയ്യുക, ദെൻ സെക്കൻഡ്, അങ്ങനെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട്. പിന്നെ പ്രിപ്പയർ എ സ്റ്റഡി പ്ലാൻ ഫോർ മീ ബേസ്ഡ് ഓൺ ദി പ്രയോറിറ്റി ഓഫ് ടോപ്പിക്സ് ആൻഡ് പാറ്റേൺ. അപ്പോൾ കൃത്യമായി ജെമിനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കും. അതിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത് വരുന്ന ഏരിയ ഏതാണെന്നും അത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തരും ചെയ്യും. നമുക്ക് നോക്കാം. അതിന് കിട്ടിയുള്ള ആൻസർ വളരെ ഗംഭീരമാണ്. അതിൻ്റെ എക്സാം പാറ്റേൺ അനാലിസിസ് മാപ്പ് ക്വസ്റ്റ്യൻ ആണ് എല്ലാത്തിലും ആവർത്തിച്ച് വന്നിട്ടുള്ളത്. ഗ്രിഡ് റെഫറൻസ് ഉണ്ട്, essay ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രയോറിറ്റി റാങ്കിങ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഹിസ്റ്ററി, റവല്യൂഷൻസ്, essay ടോപ്പിക്സ്. അതിൽ റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അത് പഠിക്കണം എന്ന്, ഫ്രീക്വൻറ്റ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്, അതുപോലെ കോൺസെപ്റ്റ് ആൻഡ് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി, 3ാമത്തെ ഫ്രീക്വൻസി കൊടുത്തത് പ്രാധാന്യം കൊടുത്തുള്ള അതിനാണ്. പിന്നെ റെക്കമെൻഡഡ് സ്റ്റഡി പ്ലാൻ കിട്ടി നമുക്ക്. അപ്പോൾ അതിൽ ബിഗ് essay വീക്ക്, ഒരു വീക്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഇത് 4 വീക്കിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. 4 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഒന്ന് ബെറ്റർ ആക്കാനുള്ള. അതിൽ ബിഗ് essay എന്ന് പറയുന്നൊരു വീക്ക് ഉണ്ട്. 2ാമത്തെ ജിയോഗ്രഫി ആൻഡ് മാപ്പ് മാസ്റ്ററി ഉണ്ട്. 3ാമത്തെ വീക്ക് സിവിക്സ് ആൻഡ് എക്കണോമിക്സ് ആണ്. 4ാമത്തെ പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു നല്ല അടിപൊളി സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതിനോട് ഡെപ്തിലേക്ക് ചോദിക്കാൻ പറ്റും. എങ്ങനെ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് കരിക്കുലം ഡിസൈനർ ആൻഡ് എക്സാം സ്ട്രാറ്റജിസ്റ്റ് അറ്റ് ദി കേരള സിലബസ്. കുറച്ചുകൂടി നമ്മൾ ഒരു അഡ്വാൻസ്ഡ് പ്രോംപ്റ്റിന് കൊടുക്കുകയാണ്. കുറച്ചുകൂടി എക്സാം സ്ട്രാറ്റജിസ്റ്റ് ആവാനാണ് കേരള സിലബസിൽ ഫോർ ദി ലാസ്റ്റ് 10 ഇയേഴ്സ് ആൻഡ് ഹാവ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി അറ്റാച്ച്ഡ് പേപ്പർ ബേസ്ഡ് ഓൺ ദി പാറ്റേൺ ആൻഡ് ടോപ്പ് ഏരിയ ആൻഡ് ക്രിയേറ്റ് മി എ സ്റ്റഡി പ്ലാൻ. ഒന്നുകൂടി നമ്മൾ ആക്ട് ആസ് എ പ്രോംപ്റ്റ് കൊടുത്ത് ഇതിനൊന്നും കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കുക ചെയ്തിട്ട്. നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിൽ ഇതിന് വ്യത്യസ്തപ്പെടുന്ന സംഭവം എന്ന് വെച്ചാൽ റോൾ പ്ലേ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ആക്ട് ആസ് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്ത് ഒരു റോള് ആക്ട് ചെയ്യാൻ വേണ്ടി അതിനോട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ ഫ്രീക്വൻസി 100% ഇട്ടുള്ളത് മാപ്പ് മാർക്കിംഗ് എന്തായാലും വരും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ റിവേഴ്സ്, മൗണ്ടെയ്ൻസ്, പ്ലാറ്റ്യൂസ്, പോർട്സ് ഒക്കെ ആണ് പ്രധാനപ്പെട്ടത്. ഓരോ വർഷം വന്നിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ എസ്സേസ്, റവല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള എസ്സേ എന്തായാലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഗാന്ധിയൻ ഇറ എന്തായാലും 100% സാധ്യതയുണ്ട്. ജിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് അത് തരുന്നത്. ഈ ഒരു ഫീച്ചർ വെച്ചുകൊണ്ട് നമുക്ക് പലതും സാധ്യമാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു 4 അല്ലെങ്കിൽ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തരാൻ നമുക്ക് ജെമിനിയോട് പറയാം. അപ്പോൾ ആ ഒരു ഘടനയും പാറ്റേണും ഇത് മനസ്സിലാക്കി കഴിയുകയും അത് വെച്ചുകൊണ്ട് നമുക്ക് 2-3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അത് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ അത് നമുക്ക് പഠനത്തിന് വലിയൊരു സഹായമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോ സബ്ജക്റ്റും ഇങ്ങനെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തതിനെ ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഔട്ട്കം കിട്ടുന്നതാണ് 1ാമത്തെ ഫീച്ചർ. 2ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റഡി നോട്ട്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കിടിലൻ, നല്ല ഹാൻഡ് റിട്ടൺ മോഡലിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സാധനമായിരിക്കും. എക്സാം വരുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പായിട്ടുള്ള, ഷോർട്ട്, ബ്രീഫായിട്ടുള്ള, എന്നാൽ എല്ലാ പോയിൻറ്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു നല്ല സ്റ്റഡി നോട്ട് കിട്ടി അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളത് നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതി തയ്യാറാക്കാറുണ്ട്. അതേക്കാൾ മനോഹരമായ രൂപത്തിൽ നമുക്ക് ജെമിനി ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 രീതികളുണ്ട്. ഒന്ന്, ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് കൊടുത്ത് നമ്മളവിടെ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇന്ന സബ്ജക്റ്റിൽ
ഈ പറയുന്ന സ്റ്റൈലും ഘടനയും ഡിസൈനൊക്കെ ഉള്ള സ്റ്റഡി നോട്ട്സ് തരണമെന്ന് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൽ 2-3 പേജുകൾ ഇമേജ് എടുത്തിട്ട് ജെമിനിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഈ പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഇതിൽ കിട്ടും. മറ്റേതൊരു ജനറിക് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് തരിക. പക്ഷേ നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി പ്രോംപ്റ്റ് കൊണ്ട് ബെറ്റർ ആക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ CBSE സ്റ്റേറ്റ് അല്ലെങ്കിൽ ICSE സിലബസിൽ പഠിക്കുന്ന ഇന്ന ഗ്രേഡിലെ കുട്ടിയാണ്, സ്റ്റുഡൻ്റാണ്, ഐ വാണ്ട് സ്റ്റഡി നോട്ട്, ഇന്ന ടോപ്പിക്ക്, ഇന്ന മൊഡ്യൂൾ, ഇന്ന ചാപ്റ്ററിലുള്ള ഒരു സ്റ്റഡി നോട്ടായി എനിക്ക് ആവശ്യമുണ്ട്, അത് ഇന്ന രീതിയിൽ തരുന്നുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റ് ഒന്ന് നമുക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ കൊടുത്തുള്ള പ്രോംപ്റ്റ് എന്താ വെച്ചാൽ ക്രിയേറ്റ് എൻ ഹാൻഡ് റിട്ടൺ സ്റ്റഡി നോട്ടാണ്. ഒരു ഹാൻഡ് റിട്ടൺ എഴുതി അതേ മോഡലുള്ള ഒരു സ്റ്റഡി നോട്ട് എനിക്ക് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ കൊടുത്തുള്ള ടോപ്പിക്ക് മലബാർ റിബല്യൻ ആണ്. യൂസ് എ മെസ്സി എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ള ഒരു നോട്ട്സ്, നമ്മൾ സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്, ഓരോ റൗണ്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു മോഡൽ എനിക്ക് കിട്ടണം. പക്ഷേ ലെജിബിൾ ആയിരിക്കണം, കണ്ടാൽ കൃത്യമായി മനസ്സിലാവണം. സ്റ്റുഡൻറ്റിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലാണ്, ഫോണ്ടിലാണ് അത് എനിക്ക് കിട്ടേണ്ടത്. ഒരു ലൈൻഡ് പേപ്പർ, അതായത് വരെയുള്ള പേപ്പറിൽ എഴുതിയ മാതിരി കിട്ടണം. യെല്ലോ നിയോൺ മാർക്കർ ഹൈലൈറ്റ് ചെയ്തുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എക്സാം സമയത്ത് ഒന്നുകൂടി റിവ്യൂ ചെയ്യാമല്ലോ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വളരെ നല്ല പ്രോംപ്റ്റാണ്. പിന്നെ സർക്കിൾ ചെയ്യാനുള്ളൊരു സർക്കിൾ ചെയ്യണം. സ്മോൾ ഡൂഡിൽസ്, ചെറിയ ചിത്രങ്ങളൊക്കെ കൊടുത്ത് ഇൻഫോഗ്രാഫിക് ടൈപ്പിലായിരിക്കണം എനിക്ക് തരേണ്ടത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നേരെ പോകുക നാനോ ബനാനയിലേക്കാട്ടോ. അതിനിവിടെ ക്രിയേറ്റ് ഹാൻഡ് റിട്ടൺ സ്റ്റഡി നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ജെമിനിക്ക് മനസ്സിലാവും സംതിങ് ഇമേജാണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ ഇവിടെ ടൂൾസിൻ്റെ ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ നാനോ ബനാനയുടെ ഇമേജുള്ള ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ദെൻ ഈ പ്രോംപ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ നോക്കൂ, അതിഗംഭീരമായ ഒരു സ്റ്റഡി നോട്ട്സ് നമുക്ക് കിട്ടുന്നതാണ്. ഈ സ്റ്റഡി നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരീക്ഷയുടെ അവസാന സമയത്ത് ഇത് നോക്കും, നിങ്ങൾ കൃത്യമായിട്ട് മലബാർ റിബല്യൻ, അതിൻ്റെ മോപ്ലാർ റിബല്യൻ, അതിൻ്റെ ഇയർ വളരെ കറക്റ്റാണ്, അത് വളരെ റൗണ്ട് ഇട്ടിട്ടുണ്ട്, പ്രധാനപ്പെട്ട പോയിൻ്റ് ആയതുകൊണ്ട്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് പറയുന്നത് ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് മെർജ്ഡ് വിത്ത് അഗ്രേറിയൻ ഡിസ്കണ്ടൻറ്റ്, കാർഷിക സമരവുമായി ബന്ധപ്പെട്ട സംഭവം കൂടിയാണെന്നാണ് പറയുന്നത്. കോസസ് എന്താ അതിൻ്റെ കാരണം പറയുന്നുണ്ട്, ആരൊക്കെയാണ് അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കോഴ്സ് ആൻഡ് സപ്രഷൻ, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും, അതിൻ്റെ അടിച്ചമർത്തൽ എങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെ ട്രാജഡി ആഫ്റ്റർ മാത്ത് എന്തായിരുന്നു, വാഗൺ ട്രാജഡി, വളരെ ക്ലാരിറ്റിയുള്ള ഇമേജ്സും അതുപോലെ കോണ്ടൻറ്റും ഒക്കെ ഒരു ഡോഡ്ലിസൊക്കെ കൊടുത്ത് മനോഹരമായ ഇങ്ങനത്തെ നിങ്ങൾ ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് റിട്ടൺ മോഡ് കിട്ടി ഞങ്ങളെ മൈൻഡിൽ പെട്ടെന്ന് പരീക്ഷ സമയത്ത് ഓർത്തെടുക്കാൻ കഴിയും. കാരണം വിഷ്വലൈസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത്. സോ ദിസ് ഫീച്ചർ ഇസ് വെരി യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ് പ്രിപ്പയറിങ് ഫോർ എക്സാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട് അങ്ങനെയും നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മൂന്നാമത്തെ ജെമിനിയിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. നമ്മുടെ ടൂൾസ് എന്നുള്ള സെക്ഷനിലേക്ക് പോയാൽ ഗൈഡഡ് ലേണിംഗ് എന്ന് കാണാൻ പറ്റും. ഗൈഡഡ് ലേണിംഗ്, അപ്പോൾ ആ ഗൈഡഡ് ലേണിംഗ് സെലക്ട് ചെയ്യുകയും നിങ്ങൾക്ക് അവിടെ ടീച്ച് മീ ഒരു സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബയോളജി, അതിൽ സെല്ലുകളെ കുറിച്ച് പഠിപ്പിക്കാൻ പറയും. ആസ് ഐ ആം ഒരു 9th ഗ്രേഡ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗ്രേഡ് താഴ്ത്തി ചോദിക്കാം, ഒരു 4th or 6th ഗ്രേഡ് CBSE സിലബസ് എന്ന് പറയുമ്പോൾ ഇത് ഗൈഡ് ലേണിങ്ങിൻ്റെ സവിശേഷത എന്താ വെച്ചാൽ, ഗൈഡഡ് ലേണിങ് നമ്മൾ കൃത്യമായൊരു ട്യൂട്ടർ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെ അതാണ് ഗൈഡഡ് ലേണിംഗ് പേര് തന്നെ കൊടുത്തുള്ളവർ. ഇൻസ്റ്റൻ്റ്ലി എല്ലാ ഔട്ട്പുട്ടും ഒരുമിച്ച് തരാതെ ഒരു കോൺവെർസേഷണൽ ടൈപ്പ് തന്ന് അതിന് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുന്നു, അപ്പോൾ അതിനുള്ള റിപ്ലൈ തന്നു, അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്ത് ലേൺ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു നല്ല അടിപൊളി സിസ്റ്റമാണ്. ഇത് പരിസമയത്തൊക്കെ നമുക്ക് ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ സെല്ലുകളെക്കുറിച്ച് ഒരു 6ാം ക്ലാസ്സുകാരനായ എന്നെ പഠിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നമുക്ക് വെറും ടെക്സ്റ്റ് മാത്രമല്ല നമുക്ക് കിട്ടുക, അതിൽ നല്ല ഇമേജുകൾ കിട്ടും, നല്ല ഇൻഫോഗ്രാഫിക് ടൈപ്സ് ഇമേജുകൾ കിട്ടും, അതുപോലെ വീഡിയോ റെക്കമെൻഡേഷൻസ്, യൂട്യൂബിൽ ഇതുമായി പഠിക്കാൻ പറ്റിയ നല്ല വീഡിയോസ് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടൻറ്റ് അപ്രോച്ച് എങ്ങനെ വരും എന്നുള്ളത് എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ CBSE സിലബസാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കൺസിഡർ ചെയ്യണം.
ആ പ്രോംപ്റ്റ് വളരെ പ്രധാനം. നമ്മൾ കൊടുക്കുന്ന കോണ്ടെക്സ്റ്റ്, നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്റ്റേഷനൊക്കെ വളരെ പ്രധാനം. അപ്പോൾ നോക്കാം നമുക്ക്. ഹലോ, ഇറ്റ്സ് വണ്ടർഫുൾ ടു മീറ്റ് എ ക്യൂരിയസ് സയൻറ്റിസ്റ്റ്. അപ്പോൾ എന്നോട് ഇങ്ങനെ കോൺവേഴ്സ് ചെയ്യുന്ന രൂപത്തിലാണ് വരുന്നത്. സിൻസ് യു ആർ ഇൻ ദി 6th grade വി വിൽ എക്സ്പ്ലോർ ദിസ് ടോപ്പിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന പറഞ്ഞു. ഹാവ് യു എവർ പ്ലേഡ് വിത്ത് ലെഗോസ് ഓർ സീൻ എ ബ്രിക്ക് വാൾ കണ്ടിട്ടുണ്ടോ? ലിവിങ് തിങ്സ് ആർ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹൗസ്. ഒരു വീടിൻ്റെ ഇത് ബ്രിക്സുകൾ അടുക്കി വെച്ചതുപോലെ തന്നെയാണ് ലിവിങ് തിങ്സ് ഉള്ളത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സാധനമാണ് സെല്ലുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിൻ്റെ പീക്ക് ഇൻസൈഡ് സെല്ല്, പിന്നെ സെല്ലിനെ പറ്റിയുള്ള ഒരു ബ്ലോഗ്സ് ഓഫ് ഇതിൽ വീഡിയോസൊക്കെ ലിങ്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അടുത്തത് ഐ വിൽ ആസ്ക് ഗൈഡിങ് ക്വസ്റ്റ്യൻസ് ടു ഹെൽപ്പ് യു എക്സ്പ്ലോർ ദിസ്. വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ സെൽ സ്റ്റോറി വുഡ് യു ലൈക്ക് ടു അൺകവർ ഫസ്റ്റ്? ഇനി നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസൈഡാണോ അതോ ഒരു സെല്ലും ഒരുപാട് സെല്ലും തമ്മിലുള്ള വ്യത്യാസമാണ് അറിയേണ്ടത്, പ്ലാന്റ്സും അനിമൽസും തമ്മിലുള്ള സെല്ലുകളാണ് അറിയേണ്ടത്? അപ്പോൾ നമുക്കിവിടെ നമ്പർ കൊടുത്താൽ മതി. എനിക്ക് ഒന്നാമത്തെ കാര്യമാണ് അറിയേണ്ടത്, ഒരു സെല്ലിൻ്റെ ഇൻസൈഡിൽ എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൻസേഴ്സ് തരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഗൈഡഡ് ലേണിംഗ്. ഒരു ടോപ്പിക്ക് നന്നായിട്ട് മാസ്റ്റർ ചെയ്യാനും നന്നായി മനസ്സിലാക്കാനും. ഇതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുക, കുറേ കഴിഞ്ഞാൽ കുറച്ച്, അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താവാം, എങ്ങനെയൊക്കെ ഇതിനെ സമീപിക്കണം, ഏത് തരത്തിൽ നല്ല നോട്ട്സ് കൊടുക്കാൻ പറ്റും, നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് മനോഹരമായൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത് ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലുള്ളത് കൃത്യമായ ഒരു ഇമേജ് കൊടുത്ത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ കൊടുത്ത് ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻസ് ഉണ്ട്, പിന്നെ സിപ്റ്റോപ്ലാസം, സെൽ വാൾ, പെർമനൻറ്റ് ഒക്കോൾ, ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ദിസ് ഈസ് വാട്ട് മേക്ക് പ്ലാന്റ്സ് ലുക്ക് ഗ്രീൻ. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഗൈഡ് ലേണിംഗ് കുറച്ചുകൂടി നല്ല മനോഹരമായി കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ പറ്റുന്ന നമ്മുടെ സ്ക്രീൻ ടൈമിനെ എക്സാമിന് വേണ്ടിയിട്ട് മനോഹരമായി ഉപയോഗിക്കാവുന്ന 3 സ്ട്രാറ്റജീസാണ് നമ്മളിവിടെ, ടിപ്സാണ് നമ്മളിവിടെ കവർ ചെയ്തത്. നന്നായി ഉപയോഗിക്കുക, എക്സാം മികച്ചതാവട്ടെ.